ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളിത് അവിടെ സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇന്നത്തെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ചധികം വിശേഷങ്ങൾ, കാര്യങ്ങൾ, റെസിപ്പീസ് ഒക്കെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടുവെക്കുക. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. അയ്യോ എണീറ്റിട്ടില്ലേന് ചില ദിവസങ്ങളിൽ അവൻ അങ്ങനെ നേരത്തെ എണീറ്റ് പോലും, ചില ദിവസങ്ങളിൽ കുറച്ചധികമായിട്ട് അങ്ങനെ ഉറങ്ങും. അമ്മലാണെങ്കിൽ മദ്രസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിൻ്റെ പരിപാടികളൊക്കെ അടുക്കളയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിപ്പോൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങാം. ഒരുപാട് മുറ്റമൊന്നുമില്ല, എന്നാലും ഉള്ള ഭാഗത്ത് കുറച്ചധികമായിട്ട് ഇങ്ങനെ ചണ്ടിയും ചമ്മലൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നേരെ മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തൊരു സമയം നോക്കി വേണമല്ലോ. ചിലപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല മഴയായിരിക്കും. അന്ന് പിന്നെ മുറ്റത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. അപ്പോൾ പിന്നെ ഇന്നിപ്പം വലിയ മഴയൊന്നുമില്ല, ചെറുതായിട്ടുള്ള ഒരു മഴക്കാറും മൂടലൊക്കെ ഉണ്ടെങ്കിലും പെയ്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ നേരെ അങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിട്ടോ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കടലക്കറീൻ്റെ പരിപാടിയില്ല. കടലക്കറി ഇന്നിപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സാധാരണ നമ്മൾ കടലയിലേക്ക് തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ട് അങ്ങനെ അങ്ങ് റെഡിയാക്കി എടുക്കില്ല. ഇന്നിപ്പം കടല മാത്രം ഒഴിച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അങ്ങനെ, പിന്നെ സവാള തക്കാളി പച്ചമുളകൊക്കെ ഇതിലേക്ക് അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്കാട്ടോ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നൊരു കടലക്കറിയാണ്. അപ്പം എല്ലാ തവണത്തേക്കാളും ഒരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കുന്ന സമയത്ത്. അങ്ങനെ പുട്ടൊക്കെ മുഴുവനായിട്ടും ചുട്ടൊക്കെ എടുത്ത് കറിയും കൂടെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിട്ടോ. അപ്പം നേരെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അയ്യോ എണീക്കുന്നതിന് മുന്നായിട്ട് ചായ കൂടി അങ്ങ് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഫ്രീ ആവുമല്ലോ. അപ്പം വേഗത്തിൽ തന്നെ ചായയൊക്കെ കുടിച്ചിട്ടാവും. അതിൻ്റെ ഇടയിൽ അയവും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട്. ഓനക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. ഓനക്ക് പുട്ടിനേക്കാളും ഒന്നുകൂടി ഇഷ്ടം ദോശയാണ് കേട്ടോ. ദോശ ആകുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇന്നിപ്പം ഓനൊറ്റയ്ക്ക് തന്നെ താഴേക്കൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഓനെ മുകളിൽ ഉമ്മാന്ന് അങ്ങനെ വിളിച്ച് നമ്മൾ മുകളിൽ പോയിട്ട് ഓനെ കൂട്ടിയിട്ട് അങ്ങനെ വരലാണ്. ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ പേടിയാകുന്ന സമയത്തില്ല ഒറ്റയ്ക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരാൻ പേടിയാകുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയേന്. അപ്പോൾ വലിയ കുട്ടിയാകുന്നതനുസരിച്ച് ഓനക്ക് നമ്മൾ അടുത്ത് പോയി ഓനെ എടുത്തു കൊണ്ടുവരണം കേട്ടോ ഒന്നുകൂടി ഇഷ്ടം. ഇതിപ്പോൾ അമ്മലോന് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ അങ്ങനെ വെച്ച് കഞ്ഞിയൊക്കെ ഒരു ഭാഗത്ത് റെഡിയാക്കുന്നുണ്ട്. ഇതിപ്പം ബീഫിൻ്റെ ഒരു കാലമാണല്ലോ. ഇനിയിപ്പം വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ കുറച്ച് ദിവസം ബീഫിനോടൊരു കളിയെല്ലാം ഉണ്ടാവുക. അപ്പം ഇന്നിപ്പോൾ ഉപ്പ വേഗത്തിൽ തന്നെ ബീഫൊക്കെ കട്ടാക്കി തരുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇന്ന് ബീഫ് വെച്ചിട്ട് ഫ്രൈ പോലെ അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. നമ്മളെപ്പോഴും ബീഫ് സാധാ പോലെ അങ്ങനെയല്ലേ ഉണ്ടാക്കൽ. അപ്പം ഇന്നിപ്പം വേറെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കറി പോലെ ആക്കണുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഹോട്ടലിലൊക്കെ ലുക്കിൽ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് വേവിച്ചെടുത്തിട്ട് റെഡിയാക്കാമെന്നൊക്കെ കേട്ടോ വിചാരിച്ചിട്ടുണ്ടതിന്. ഇപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അപ്പം അതിന് കുറച്ചെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇതേപോലെ നീളത്തിൽ അല്ലെങ്കിൽ മുഴുവനായിട്ട് വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്തെടുക്കുക. ആദ്യം മുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ആട്ടോ ചേർത്തെടുത്തിട്ടുണ്ടായിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. പിന്നെ ഈ ഒരു ഇറച്ചി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമല്ലോ, കുറേ സമയമൊന്നും വേണ്ടിയില്ല. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കല കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറഞ്ഞ അളവിൽ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ മസാലകളും എല്ലാം സെറ്റാക്കിയിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിൽ അമ്മല് മദ്രസൊക്കെ വിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഓള് മദ്രസ വിട്ട് വന്നാൽ പിന്നെ ഒരു തിരക്കന്നെയാണ്. ഓൾക്ക് ചായ കൊടുക്കലും ഒരുക്കലും ഒക്കെ ആയിട്ടൊരു തിരക്കന്നെയാണ് കേട്ടോ. അപ്പം രാവിലത്തെ ചായ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. നമ്മൾ ബാക്കിൽ നടന്ന് അങ്ങനെ എന്നാലും മടിയാണ് കേട്ടോ. അവസാനം ഞാൻ പിന്നെ അങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്താട്ടോ സ്കൂളിലേക്ക് വിടൽ. അപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുത്ത് ഓളെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഓളെ കൂടെ പോകാനുള്ള ഫ്രണ്ട്സൊക്കെ വന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഓല് പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കുക. ഇന്നിപ്പോൾ ഉപ്പയാണ് കേട്ടോ ഓലെ സ്കൂളിലേക്ക് അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ടായിന്. അമ്മലും കൂടി പോയാൽ പിന്നെ ഒറ്റക്കാണല്ലോ, അതിനൂടെ ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഓല് പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കുക. അപ്പം അയ്യൂനോട് ഇങ്ങനെ എന്നെ അംഗനവാടിയിൽ കൊണ്ടുപോയേക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാണ്.
എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ, അംഗനവാടി പോവാന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ വലിയ ഇഷ്ടമല്ല. അപ്പം 2 ദിവസമാണ് പോലെ ആകെ അംഗനവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രവേശനോത്സവത്തിൻ്റെ ദിവസം, പിന്നെ അല്ലാതെ ഒരു ദിവസം കൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം പ്രവേശനോത്സവ ദിവസം വലിയൊരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. 2ാമത്തെ ദിവസം നമ്മൾ ഓലെ തനിച്ചാക്കി പോകുന്ന സമയത്ത് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം ഉച്ച അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയം വരെ നമ്മൾ ഓലെ കൂടെ തന്നെ അങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്നായിട്ട് അങ്ങനെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാട്ടോ. അങ്ങനെ എന്താ ബീഫൊക്കെ നല്ലോണം വെന്തൊക്കെ നിന്നിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. ബാക്കി കുറച്ചെടുത്തിട്ട് കറി പോലെ അങ്ങനെയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു കുറുകിയ ഒരു വരട്ട് പോലെ അങ്ങനെയും കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഓനിതാ അവൻ്റെ സ്ഥിരം പരിപാടിയൊക്കെ തുടങ്ങിയത്. ഓനക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ ഈ ടോയ്സൊക്കെ വെച്ചിട്ട് കളിക്കൽ. ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കാനും. ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കും. ഇനിയിപ്പോൾ ബെഡാണെങ്കിലും എന്തൊക്കെയൊക്കെയോ ഓൻ്റേതായ രീതിയിൽ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കും. ചില സമയത്ത് JCB, ചില സമയത്ത് JCB ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കട്ടകളിങ്ങനെ കൂട്ടി വെച്ച് JCB അല്ലെങ്കിൽ തോക്ക് പോലെ ഉണ്ടാക്കും. ഇതിപ്പം ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് പോലെ ഇങ്ങനെ പോകലുണ്ട് നമ്മളിതിൽ കൂടെ. അപ്പം അതുകൊണ്ട് അതാണ് കേട്ടോ ഓൻ പറയുന്നത്. ഇതിപ്പം ഇലക്ഷൻ്റെ സമയത്തുള്ള പാട്ട് ഓൻ്റെ വണ്ടിന് മേലെ ഇങ്ങനെ പാട്ട് വെച്ച് പോവാന്ന് കേട്ടോ പറയുന്നത്. അപ്പം ഓൻ തന്നെ പാട്ടൊക്കെ പാടിത്തരും. നമുക്കിങ്ങനെ ഓരോന്നോ ഇതാക്കിയിട്ട് നല്ല ഇഷ്ടമാണ്. കുറേ സമയം ഇതിലങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ ഓൻ ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമുക്കിങ്ങനെ കാണിച്ചു തരും. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഓരോ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പം വീഡിയോ എടുക്കണ വലിയൊരു ഇഷ്ടമല്ല. നമ്മളിപ്പം എന്ത് സംഗതിയായാലും ഓനെ വീഡിയോ എടുക്കണ വലിയൊരു താല്പര്യമില്ല. ഫോണിങ്ങനെ തട്ടും, അല്ലെങ്കിൽ ഫോണിങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ പിടിച്ച് വാങ്ങട്ടോ. ഇന്നും അങ്ങനെ തന്നെ കേട്ടോ, വീഡിയോ എടുക്കണ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വാങ്ങാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ വൈകുന്നേര സമയമൊക്കെ ആയാൽ ഒന്ന് മെയിനായിട്ട് ഇങ്ങനെ കേട്ടോ കുറേ സമയം ഇരുന്ന് ടോയ്സൊക്കെ എടുത്ത് അങ്ങനത്തെ ഒക്കെ ഓരോരോ കളികളാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ കുറേ അക്ഷരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി വെച്ചിട്ട് വേറെ ഓരോ കളികളൊക്കെ കളിക്കും. അങ്ങനെ കേട്ടോ ഒറ്റക്കായാലും ഓൻ്റെ പരിപാടികൾ കൂടുതലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ കൂടുതലൊന്നും കളിക്കലൊന്നുമില്ല. അപ്പം കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ വരട്ട് പോലെ അങ്ങനെയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ അങ്ങനെ റെഡിയാകുന്ന നേരം കൊണ്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫില്ലേ വേവിച്ചെടുത്ത് അത് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിന്. അതിലേക്കുള്ള ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പം ആദ്യം തന്നെ ടൊമാറ്റോ സോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വറ്റൽമുളകില്ലേ അത് ഇതേപോലെ അങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതാണ് കേട്ടോ ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇട്ടുകൊടുക്കുന്നത്. ഒരുപാട് എരിവുള്ളവർക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം കേട്ടോ. അങ്ങനെ വറ്റൽമുളകൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ജീരകം പേസ്റ്റില്ലേ അത് കുറച്ച് കൂടുതൽ അളവിൽ അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട്. നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം കേട്ടോ ചേർത്തെടുക്കാൻ. നമ്മൾ ഒരുപാട് തവണ ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ആക്കി നോക്കുന്നത്. പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ വിനാഗിരിയില്ലേ അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പുളിയും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ല ടേസ്റ്റിനാണ് കേട്ടോ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് ഗരം മസാല കേട്ടോ ചേർത്തെടുക്കുന്നത്. ഗരം മസാല നമ്മൾ ചേർക്കാൻ സമയത്ത് അങ്ങനെ എടുത്തപ്പം കയ്യിൽ ഇല്ലേനു, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ കേട്ടോ ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൗളിൽ കോൺഫ്ലോറും പിന്നെ ഗരം മസാലയും കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫൊക്കെ ഇട്ടെടുത്ത് സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചെറിയുള്ളും പിന്നെ അവസാനമായിട്ട് ടൊമാറ്റോ സോസും കൂടെ ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാട്ടോ. കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴല്ലേ ഏതായാലും ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഫ്രിഡ്ജിലോ പുറത്തോ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നേരത്തെ വെച്ചിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്തെടുത്തിട്ട് ബീഫൊന്ന് വറവിട്ടെടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ആകെ കുറച്ച് ഏരിയയുള്ളൂ. ആ ഏരിയയിൽ തന്നെ അങ്ങനെ നല്ലോണം പ്ലാവിൻ്റെ ഇല ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് അതിപ്പം കുറച്ച് അധികം വെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ അത് വെട്ടാനുള്ള ആളൊക്കെ വന്നിട്ട് അത് വെട്ടി വെച്ചതാണ്. അങ്ങനെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അത് വറവിട്ടെടുക്കാനുള്ള പരിപാടികൾ അങ്ങനെ നോക്കുകയാണ്. ബീഫൊക്കെ വറവിട്ടെടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ബീഫില്ലേ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അത് പൊരിച്ചെടുക്കുന്നത്. അത് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഓരോരോ കഷ്ണങ്ങളായിട്ട് അങ്ങനെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ.
ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ആ ഒരു മസാലയിൽ നമ്മളിങ്ങനെ ഫ്രൈ ആക്കി നോക്കിയപ്പോൾ. ഇപ്പം ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ശരിക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ വെളിച്ചെണ്ണയിൽ എന്ത് സംഗതികൾ നമ്മൾ ഉണ്ടാക്കിയാലും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അങ്ങനെ ഒരു ഭാഗം അത്യാവശ്യം നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ടായിന്. പിന്നെ ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റിൽ അങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെ അപ്പുറത്തെ ഭാഗത്തും മറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിന്. അപ്പം ബീഫ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡിയായി. ഇന്ന് ഫുൾ ബീഫ് കൊണ്ടൊരു കളിയായിരുന്നു കേട്ടോ. ബീഫ് വരട്ടും ബീഫ് ഫ്രൈയും പിന്നെ കുറച്ച് മമ്പയർ ഉപ്പേരി പോലെ അങ്ങനെയും കൂടെ റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ. എല്ലാം സെറ്റായി. കിച്ചണൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടോ. അപ്പം എങ്ങനെയൊക്കെ ഇതാക്കിയാലും അവസാന ഘട്ടത്തിലൊരു ക്ലീനിങ് പരിപാടി ഉണ്ടാവുമല്ലോ കിച്ചണിൻ്റെ കാര്യത്തിൽ. അങ്ങനെ കിച്ചണെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടോ. അപ്പോൾ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരാം. അതിൻ്റെ ഇടയിൽ ഐമോനെയും കുളിപ്പിച്ചൊക്കെ കുട്ടപ്പനാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.